നല്ല രുചിയുള്ളതും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് പച്ചരി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ബാസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ അരി നന്നായിട്ട് കഴുകി കൊടുത്തതിൻ്റെ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കാം. നമുക്ക് ഈ അരി 4 മണിക്കൂർ നേരത്തേക്കെങ്കിലും കുതിർത്ത് വെക്കണം. ഇനി നമുക്ക് പലഹാരത്തിനേക്കുള്ള ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം. ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് 2 കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം. 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ശർക്കര മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ ശർക്കരയുടെ നന്നായിട്ട് ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശർക്കരപ്പാനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ടാണ് ശർക്കരപ്പാനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കരയിൽ വല്ല വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ അതാ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ ഇവിടെ നന്നായിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തണഞ്ഞ് കിട്ടുന്നവരെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ ചെറിയൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ തേങ്ങാക്കൊത്തൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പം നമ്മൾ അരി കുതിർത്ത് വെച്ചിട്ട് ഒരു 4 മണിക്കൂർ ആയിട്ടുണ്ട്. അരിയൊക്കെ ഇവിടെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം മാറ്റിയതിൻ്റെ ശേഷം അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലേവറിനായിട്ട് നമുക്കിവിടെ 2 ഏലക്കായ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏലക്കൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കുരുകൾ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അരച്ചെടുത്ത ബാറ്റർ നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് അരച്ചെടുക്കുമ്പോൾ വല്ലാണ്ട് ലൂസായി പോകരുത്. ഈ ഒരു കട്ടിയിൽ വേണം നമുക്ക് അരച്ചെടുക്കാൻ. ഇനി നമുക്ക് ഈ മാവിലേക്ക് 1/2 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ സ്വീറ്റ്നെസ്സൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. മൈദപ്പൊടി ഈ ബാറ്ററിലേക്ക് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നവരെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പലഹാരത്തിനേക്കുള്ള ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ആദ്യം തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് കുറേശ്ശെ ആയിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ഈസി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പിയാണ്. ഇനി നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് 2 ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുന്നവരെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഈ ഒരു പലഹാരത്തിൻ്റെ 2 സൈഡും നല്ല ബ്രൗൺ കളറായിട്ട് തന്നെ കിട്ടണം. തീ ഒട്ടും കൂട്ടി വെക്കാതെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ അത് അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ അപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കളറായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്കിതേപോലെ തന്നെ അപ്പങ്ങൾ തയ്യാറാക്കിയെടുക്കാം. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ അതാ നമ്മുടെ പലഹാരങ്ങളൊക്കെ കൂടെ തയ്യാറായിട്ടുണ്ട്. കുട്ടികളുടെ ടിഫിനിലേക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റിയൊരു സ്നാക്ക് റെസിപ്പിയും കൂടിയാണിത്. ഇതിൻ്റെ സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.